എക്കോ റാംബ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കഴിഞ്ഞാൽ കൊട്ടാരക്കരക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് കൊട്ടാരക്കര മീൻപിടിപ്പാറ. ഇന്നത്തെ കാഴ്ചകൾ മീൻപിടിപ്പാറയുടേതാണ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കൊട്ടാരക്കര കഴിഞ്ഞ് സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഏകദേശം 1.5 കിലോമീറ്ററിൽ താഴെ മാത്രം സഞ്ചരിച്ചാൽ മീൻപിടിപ്പാറയിലെത്താം. കൊട്ടാരക്കര നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും അല്പനേരത്തെ വിശ്രമത്തിന് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും പറ്റിയ പ്ലേസ് കൂടിയാണ് മീൻപിടിപ്പാറ. ഇവിടം സന്ദർശിക്കാനെത്തുന്ന കുട്ടികൾക്കായി ഇവിടെ മനോഹരമായ ഒരു പാർക്കും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കൊടും വേനലിലും തെളിനീരായി ഒഴുകുകയാണ് പുലമൺ തോട്. പുലമൺ തോട്ടിലാണ് മീൻപിടിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. തോടിൻ്റെ ഇരുകരകളും സഞ്ചാരികൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് മീൻപിടിപ്പാറയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു പാസ് എടുക്കേണ്ടതുണ്ട്. 20 രൂപയുടെ പാസ് എടുത്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഇവിടുന്ന് താഴേക്ക് പോയാൽ അരുവിയുടെ ഓരം ചേർന്ന് ഏകദേശം പാർക്കിനുള്ളിൽ കൂടി 1 കിലോമീറ്ററോളം താഴേക്ക് നടക്കാനുണ്ട്. പാർക്കിനുള്ളിൽ കൂടെ താഴേക്ക് നടക്കുമ്പോൾ അരുവിയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളെ വരവേൽക്കുന്നത്. തീർച്ചയായും കൊട്ടാരക്കരയിലെത്തുന്നവർ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കൊട്ടാരക്കര മീൻപിടിപ്പാറ. ഇതുപോലെ ചില അപൂർവം കാഴ്ചകളും നമ്മളുടെ കണ്ണിന് മുന്നിലെത്തും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോൾ എക്കോ റാംബ്ലറിൻ്റെ എല്ലാ ചാനലുകാർക്കും ഗുഡ് ബൈ.